ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ പണ്ടുമുതലേ ഒരു ചൊല്ലുണ്ട്, ഇന്നലെ നല്ല ഇടിയും മിന്നലും ഉണ്ടായിരുന്നു, അതുകൊണ്ട് നാളെ പറമ്പിൽ കൂൺ മുളയ്ക്കുമെന്ന്. ശരിക്കും ഇടിവെട്ടുമ്പോഴാണോ കൂണുണ്ടാകുന്നത്? അതോ ഇതിന് പിന്നിൽ ശാസ്ത്രീയമായ വല്ല സത്യവുമുണ്ടോ? കേൾക്കുമ്പോൾ വെറുമൊരു നാട്ടുവിശ്വാസമായി തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ പ്രകൃതിയുടെ ഒരൊന്നൊന്നര അത്ഭുതമുണ്ട്. അതെന്താണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വളരെ വിശദമായി തന്നെ നോക്കാം. പണ്ടുകാലം മുതലേ ആളുകൾ വിശ്വസിക്കുന്ന ഒന്നാണ് ഇടിയും കൂണും തമ്മിലുള്ള ബന്ധം. എന്നാൽ ശാസ്ത്രജ്ഞർ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തുവന്നത്. ജപ്പാനിലെ ചില സർവകലാശാലകളിൽ നടത്തിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ശക്തമായ പ്രകൃതിദത്ത വൈദ്യുതി മണ്ണിലടിക്കുമ്പോൾ കൂണുകളുടെ ഉൽപ്പാദനം ഇരട്ടിയാകുന്നുവെന്നാണ്. അതായത് നമ്മുടെ പൂർവികർ പറഞ്ഞതിൽ വലിയൊരു ശാസ്ത്രസത്യമുണ്ട്. പക്ഷേ മിന്നൽ മാത്രമല്ല കൂണുണ്ടാക്കുന്നത്, അതിനു പിന്നിൽ മണ്ണിനടിയിൽ നടക്കുന്ന വലിയൊരു മാന്ത്രിക വിദ്യ തന്നെയുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന കൂണൊരു സസ്യമല്ല, അതൊരു പൂപ്പൽ വർഗത്തിൽപ്പെട്ട ജീവിയാണ്. നമ്മൾ മുകളിൽ കാണുന്ന കുട പോലുള്ള ഭാഗം കൂണിന്റെ ഒരു ചെറിയ ശതമാനം മാത്രമാണ്. മണ്ണടിയിൽ വെളുത്ത നൂലുകൾ പോലെ കോടിക്കണക്കിന് ഇഴകൾ പടർന്നു കിടക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ പൂപ്പൽ ശൃംഖല എന്ന് വിളിക്കുന്നു. ഇതാണ് കൂണിന്റെ യഥാർത്ഥ ശരീരം. കാറ്റിലൂടെ പറന്നുവരുന്ന കൂണിന്റെ സൂക്ഷ്മ ബീജങ്ങൾ മണ്ണിൽ വീണ് മുളച്ചാണ് ഈ വെളുത്ത നൂലിഴകൾ ഉണ്ടാകുന്നത്. മണ്ണിലെ ജീർണിച്ച ഇലകളിൽ നിന്നും മരക്കഷ്ണങ്ങളിൽ നിന്നും പോഷകങ്ങൾ വലിച്ച് ഇവ മണ്ണടിയിൽ മാസങ്ങളോളമോ വർഷങ്ങളോളമോ ഒളിച്ചിരിക്കും. അങ്ങനെയെങ്കിൽ ഇവ എപ്പോഴാണ് പുറത്തേക്ക് വരുന്നത്? അതിനാണ് പ്രകൃതി ഇടിയും മിന്നലും മഴയും ഒരുക്കുന്നത്. അന്തരീക്ഷത്തിൽ നല്ല തണുപ്പും ഈർപ്പവും കൂടുമ്പോൾ മണ്ണടിയിലുള്ള ഈ പൂപ്പൽ ശൃംഖല ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ മണ്ണിലേക്ക് വെള്ളമിറങ്ങുകയും അത് കുടിച്ച് ഈ നൂലിഴകൾ വീർത്ത് മണ്ണിൽ നിന്ന് പുറത്തേക്ക് മുളച്ചു വരികയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ കൂൺ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ആ ഇടിയുടെ കാര്യത്തിലേക്ക് വരാം. മിന്നലുണ്ടാകുമ്പോൾ ഭൂമിയിലേക്ക് ശക്തമായ ഒരു വൈദ്യുത പ്രവാഹം കടന്നുപോകുന്നു. ഈ ആഘാതം മണ്ണടിയിലുള്ള പൂപ്പൽ ശൃംഖലയെ പെട്ടെന്നുണർത്തുകയും അവയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും. സ്വന്തം വംശം നിലനിർത്താൻ വേണ്ടി ഈ പൂപ്പലുകൾ അതിവേഗം കൂണുകളെ പുറത്തേക്ക് മുളപ്പിക്കുന്നു. കൂടാതെ മിന്നൽ കാരണം അന്തരീക്ഷത്തിലെ നൈട്രജൻ മണ്ണിൽ ലയിക്കുകയും അത് കൂണുകൾക്ക് മികച്ച വളമായി മാറുകയും ചെയ്യുന്നു. മിന്നലിൽ നിന്നുള്ള നൈട്രജൻ മണ്ണിലെത്തുമ്പോൾ ഇവയ്ക്ക് വേഗത്തിൽ വളരാനുള്ള ഊർജം ലഭിക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഇടിയും മിന്നലും മഴയും ഒത്തുചേരുമ്പോൾ മണ്ണടിയിലെ മാന്ത്രിക ലോകത്തു നിന്ന് പുറത്തുവരുന്ന അത്ഭുതങ്ങളാണ് കൂണുകൾ. വെറും ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇവയിൽ ഭൂരിഭാഗത്തിന്റെയും ആയുസ്. പ്രകൃതിയുടെ ഈ ഒരു വിസ്മയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ അഭിപ്രായങ്ങൾ എഴുതുമല്ലോ. ഇതുപോലുള്ള കൂടുതൽ കൗതുകകരമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.